നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. പ്രകോപനവുമായി വീണ്ടും കെ സുധാകരൻ. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം വ്യക്തിപരം തന്നെയെന്ന് സുധാകരൻ. എതിരാളികളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും സുധാകരന്റെ FB പോസ്റ്റ്. സുധാകരന്റെ കോൺഗ്രസ് പാരമ്പര്യം KPCC പരിശോധിക്കണമെന്ന് P ജയരാജൻ. ഗൂണ്ടാ രാഷ്ട്രീയത്തെ KPCCയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുവെന്നും P ജയരാജൻ. സുധാകരന്റേത് ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള തന്ത്രങ്ങളെന്ന് MM മണി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ സുധാകരനെതിരെ വിജിലൻസിൽ പരാതി നൽകിയത് സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു. കെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിൽ സുധാകരൻ 32 കോടി തിരിമറി നടത്തി. DCC ഓഫീസിനു വേണ്ടിയും പണപ്പിരിവ് നടത്തി. അനധികൃത സ്വത്ത് സമ്പാദനം MP സ്ഥാനം ദുരുപയോഗം ചെയ്തെന്നും പ്രശാന്ത് ബാബു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ കുടുംബങ്ങളോട് മോദി സർക്കാരിന്റെ ക്രൂരത. 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. കോവിഡിനെ പ്രകൃതി ദുരന്തമായി കാണാനാകില്ലെന്നും കേന്ദ്രം സുപ്രീംകോടതി. സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. കോവിഡ് മരണനിരക്കിൽ സർക്കാരിന് ഒളിക്കാനൊന്നുമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. അന്തരിച്ച മോഹനൻ വൈദ്യർക്ക് കോവിഡ്. മരണം കോവിഡ് മൂലമെന്നും പരിശോധനാ റിപ്പോർട്ട്. വൃദ്ധനായ പിതാവിനോട് ക്രൂരത കാട്ടി മകനും മരുമകളും. പത്തനംതിട്ടയിൽ പിതാവിനെ നഗ്നനാക്കി മർദ്ദിച്ചു. ക്രൂരത സ്വത്ത് ആവശ്യപ്പെട്ട്. യൂറോകപ്പ് A ഗ്രൂപ്പിൽ ഇന്ന് നിർണായക പോരാട്ടം. ഇറ്റലിക്ക് വെയിൽസും സ്വിറ്റ്സർലൻഡിന് തുർക്കിയും എതിരാളികൾ. കോപ്പ അമേരിക്കയിൽ ഇക്വഡോറിനും കൊളംബിയയ്ക്കും മത്സരങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം വ്യക്തിപരം തന്നെയാണ് എന്ന് ആവർത്തിച്ച് കെ സുധാകരൻ. രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തണം എന്നതാണ് തന്റെ നിലപാട്. പിണറായി സ്വഭാവ വൈകല്യങ്ങളുള്ളയാളാണ് എന്നും രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാകുന്നില്ല എന്നും സുധാകരൻ. നൃപൻ മറ്റു വിശദാംശങ്ങൾ നൽകും. നൃപൻ, അദ്ദേഹത്തിന്റെ FB പോസ്റ്റിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് അതിന്റെ കണ്ടന്റ്? അരുണ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യത്തിനും കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വ്യക്തിപരമായി മറുപടി നൽകിയിരുന്നില്ല. അതിനുശേഷം വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം മുഖവുരയായി പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുകയാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേ വ്യക്തിപരമായി വിമർശനം തന്നെയാണ് താൻ ഉന്നയിക്കുന്നത് എന്ന അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. ഒരു ഏകാധിപതിയാണെന്ന് സ്വയം കരുതുകയും സ്വന്തം അണികളെ കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുക തന്നെ വേണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ അവസാന പോസ്റ്റിൽ പറയുന്നത്, അവസാനിപ്പിക്കുന്നത് തന്നെ വ്യക്തിപരമായ അധിക്ഷേപത്തിലാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ നടത്തിയ നെറുകേടിന്റെ ഒരുപാട് ഇരകൾ എന്ന അടക്കം വരുന്ന വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാൾക്ക് അധികാരം കൂടി ഉണ്ടായാൽ സർക്കാർ തന്നെ ഒരു അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തും. അതാണ് പലതരം അഴിമതികളുടെ രൂപത്തിൽ നാം കഴിഞ്ഞ 5 വർഷമായി കാണുന്നത്. ഇതിനുള്ള ഏക പരിഹാരമായി ഞാൻ കാണുന്നത് വ്യക്തിപരമായ വിമർശനം മാത്രമാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ പറഞ്ഞത് തന്റെ വിമർശനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വ്യക്തിപരമായ വിമർശനമല്ല, മറിച്ച് രാഷ്ട്രീയപരമായ വിമർശനമാണ് എന്നാണ്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം കടുത്ത വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ കെ സുധാകരൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ സൂചന കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള എതിർപ്പ് കെ സുധാകരന് എതിരെ ഉണ്ട്. അതായത് വ്യക്തിപരമായ അധിക്ഷേപത്തിൽ നിന്ന് കെ സുധാകരൻ പിന്മാറണം. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ ഘട്ടത്തിൽ ദുർബലമായ കോൺഗ്രസിനെ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ദുർബലമായ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് ഹൈക്കമാൻഡ് കെ സുധാകരൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൊണ്ട് ഒരു തരത്തിലും കോൺഗ്രസിന് ഗുണമാകില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന നിർദ്ദേശം AI വിഭാഗങ്ങളും മുതിർന്ന നേതാക്കളും കെ സുധാകരൻ നൽകി. അതിനുശേഷമാണ് കെ സുധാകരൻ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയിലേക്ക് പോകുന്നത്. ഇത് നൽകുന്ന സൂചന ഈ സോഷ്യൽ മീഡിയയിലും അണികളിലും പിന്തുണ വർദ്ധിപ്പിച്ച് കോൺഗ്രസിനകത്തും വ്യക്തിപരമായി തനിക്ക് നേട്ടമുണ്ടാകുന്ന ഘട്ടത്തിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടവും വിവാദവും ഉയർത്തിക്കൊണ്ടുവരാമെന്ന ലക്ഷ്യം കൂടി കെ സുധാകരനുണ്ട്. ആ ലക്ഷ്യത്തിലാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായ കടന്നാക്രമണത്തിലേക്ക് കെ സുധാകരൻ കടന്നിരിക്കുന്നത്. അരുൺ, നൃപൻ ഈ വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ എന്ന ഗുണ്ടാ നേതാവിനെ KPCC സ്ഥാനാരോഹണം ചെയ്തതിന് പിന്നാലെ
സുധാകരൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പി ജയരാജൻ. കോൺഗ്രസ് പാർട്ടിയിൽ 50 കൊല്ലമായി പ്രവർത്തിക്കുന്നുവെന്ന സുധാകരന്റെ വാക്കുകൾ കള്ളമാണ്. സുധാകരൻ ബെഡായി രാമനാണെന്നും സുധാകരന്റെ പാർട്ടി പ്രവർത്തന പാരമ്പര്യത്തിൽ KPCC നയം വ്യക്തമാക്കണമെന്നും പി ജയരാജൻ പറഞ്ഞു. ഈ സുധാകരനെ കുറിച്ച് നേരത്തെ CPIM പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ഗൂണ്ടാ നേതാവെന്നാണ്. അപ്പൊ ആ ഗൂണ്ടാ നേതാവിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പ്രധാനമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 50 കൊല്ലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യം തനിക്കുണ്ട് എന്നാണ്. അതാണ് സ്ഥാനാരോഹണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചത്. അത് യഥാർത്ഥത്തിൽ ബഡായി ആയിരുന്നു. സുധാകരന് ശരിയായ വിശേഷണം ഒരു ബഡായി രാമൻ എന്നാണ്. കാരണം ഈ 50 കൊല്ലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യമുണ്ടോ എന്നത് KPCC നേതൃത്വം വ്യക്തമാക്കണം. 50 കൊല്ലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനില്ല. കാരണം 1969 അദ്ദേഹം കോൺഗ്രസുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു, സംഘടനാ കോൺഗ്രസായി. അതുപോലെ തന്നെ നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മൊറാർജി ഗ്രൂപ്പുകാരുടെ സംസ്ഥാന പ്രസിഡന്റായി. അതിനെ തുടർന്ന് അദ്ദേഹം സംഘടനാ കോൺഗ്രസും വിട്ടിട്ട് പിന്നെ ജനതാ പാർട്ടിയിൽ വന്നു. പിന്നെ ഗോപാലൻ ജനതയായി. ഇങ്ങനെ 69 മുതൽ 87 വരെ കോൺഗ്രസിന്റെ കൂടെ ഇല്ലാതെ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന് വിളിച്ച് ആക്ഷേപിച്ച നേതാവ് കൂടിയാണ് സുധാകരൻ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ സുധാകരനെതിരെ വിജിലൻസിൽ പരാതി. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവാണ് പരാതി നൽകിയത്. കെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിൽ 32 കോടി തിരിമറി നടത്തി എന്നാണ് പരാതി. സന്തോഷ് മറ്റു വിശദാംശങ്ങൾ നൽകും. സന്തോഷ്, ഈ ഔദ്യോഗികമായ പദവി ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച് മറ്റ് നടപടികൾ സമ്പത്തുണ്ടാക്കി എന്നതാണോ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം? അതാണോ ഈ പരാതിയിൽ ഉന്നയിക്കപ്പെടുന്നത്? അരുൺ, കെ സുധാകരൻ MPയും മന്ത്രിയുമായിരുന്ന കാലത്ത് ആ പദവികൾ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി എന്നാണ് ഇപ്പോൾ ഈ സുധാകരന്റെ മുൻ ഡ്രൈവറായിരുന്ന പ്രശാന്ത് ബാബു വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഈ മാസം 7-ാം തീയതി പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ 32 കോടിയോളം രൂപ തിരിമറി നടത്തി എന്നുള്ളതാണ്. കെ കരുണാകരൻ പഠിച്ച ചിറക്കൽ സ്കൂളും അതിന്റെ അനുബന്ധമായി 5 ഏക്കർ സ്ഥലവും വാങ്ങുന്നതിനായി പദ്ധതി തയ്യാറാക്കുകയും വിദേശത്ത് നിന്നും നാട്ടിൽ നിന്നുൾപ്പെടെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു. എന്നാൽ പിന്നീട് ആ സ്കൂൾ വാങ്ങിയില്ല. അതിൽ കെ സുധാകരൻ കമ്മീഷൻ ആവശ്യപ്പെട്ടതുകൊണ്ട് സ്കൂളിന്റെ മാനേജ്മെന്റ് തന്നെ ആ ഇടപാടിൽ നിന്നും പിന്മാറുകയായിരുന്നു. പിന്നീട് മറ്റൊരു സഹകരണ സ്ഥാപനമാണ് സ്കൂൾ വാങ്ങിയത്. ഈ പിരിച്ചെടുത്ത പണം സുധാകരൻ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു. അത് ഈ MP എന്ന സ്ഥാനമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത്. മറ്റൊന്ന്, കണ്ണൂർ DCC ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും കോടികൾ പിരിച്ചു എന്നാണ്. അതും DCC ഓഫീസിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. ഇത്തരത്തിൽ അനധികൃതമായി സമ്പാദിച്ച പണം കൊണ്ടാണ് സുധാകരൻ വലിയ രീതിയിലുള്ള വീട് കണ്ണൂരിൽ പണിതതും മറ്റ് പല സ്ഥലങ്ങളിലും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതെന്നും ഈ വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന് നൽകിയ പരാതിയിൽ പ്രശാന്ത് ബാബു ആവശ്യപ്പെട്ടിരിക്കുന്നത്. സന്തോഷ് കണ്ണൂരിൽ നിന്ന്. കെ സുധാകരൻ പിണറായിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ബ്രണ്ണൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TV ബാലൻ. പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്ററായിരുന്ന തന്നോട് പറഞ്ഞാണ് പിണറായി പുറത്തേക്കിറങ്ങിപ്പോയതെന്നും പിണറായിയെ KSUക്കാർ മർദ്ദിച്ചു എന്ന സുധാകരൻ പറഞ്ഞത് കെട്ടുകഥയാണ് എന്നും പ്രൊഫസർ TV ബാലൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അവിടെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്. കേരളം നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സുഹൃബന്ധം എനിക്കിപ്പോഴുമുണ്ട്. അധ്യാപകന്മാരുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ. ആരോടെങ്കിലും ചോദിച്ച് ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. ഈ വാക്കുകൾ കേട്ടാണ് സത്യാവസ്ഥ അറിയാൻ ഞങ്ങൾ ബ്രണ്ണനിലെ ആ കാലത്തുണ്ടായിരുന്ന അധ്യാപകരെ തേടിയിറങ്ങിയത്. അങ്ങനെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TV ബാലനെ കണ്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പിണറായിയെ ചവിട്ടി വീഴ്ത്തിയെന്ന് കെ സുധാകരൻ വീരവാദം മുഴക്കിയ ആ ദിവസത്തെ സംഭവങ്ങൾ പ്രൊഫസർ TV ബാലൻ ഓർത്തെടുത്തു. അന്ന് ഈ പരീക്ഷ ഹാളിലെ ഇൻവിജിലേഷൻ ഡ്യൂട്ടി അത് എനിക്കായിരുന്നു. പരീക്ഷ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തുനിന്ന്
വിദ്യാർത്ഥികൾ മുദ്രാവാക്യം കേൾക്കുകയാണ്. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പിണറായി വിജയൻ എന്ന അന്നത്തെ പരീക്ഷ വന്ന കാൻഡിഡേറ്റിൽ ഒരാൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാണ്. ഞാൻ ചോദിച്ചു, അതെന്താ? പരീക്ഷ എഴുതാൻ വന്നതല്ലേ? അതെ, പരീക്ഷ എഴുതാൻ തന്നെ വന്നതാണ്. പക്ഷെ പുറത്ത് എൻ്റെ പ്രസ്ഥാനം, അതായത് KSF, ഞങ്ങൾ ഒരു സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ പ്രസ്ഥാനം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാതെ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ അതെൻ്റെ മനസ്സ് സമ്മതിക്കില്ല. അതുമാത്രമല്ല, ഈ സമരത്തിൽ ഞാൻ പങ്കെടുക്കാനുള്ള ബാധ്യസ്ഥനുമാണ്. ഞാൻ എന്തായാലും പോവുകയാണ്. പിണറായിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവം ഉണ്ടാവുകയോ അങ്ങനെയൊന്ന് പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ കുറേ നാളുകൾ ആ കോളേജിൽ ഉണ്ടായിരുന്നല്ലോ. പിണറായി വിജയൻ ആരെങ്കിലും ചവിട്ടി വീഴ്ത്തിയതായിട്ടോ അദ്ദേഹത്തെ ഉപദ്രവിച്ചായിട്ടോ ദേഹോപദ്രം ചെയ്തതായിട്ടോ ഒന്നും തന്നെ അന്നവിടെ ചർച്ച ചെയ്തിട്ടില്ല, പിന്നീടും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത് വെറുതെ ഒരു പൊയ്വാക്കായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബ്രണ്ണനിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായിരുന്നു. KSUവിനായിരുന്നു ആൾബലം കൂടുതൽ. KSFുകാർ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും സമരവീര്യം കൂടുതൽ അവർക്കായിരുന്നുവെന്നും പ്രൊഫസർ TV ബാലൻ പറഞ്ഞു. ബ്രണ്ണനിലെ പഴയ അധ്യാപകരോട് ചോദിച്ചാൽ സത്യമറിയാം എന്ന സുധാകരന്റെ വാദം സുധാകരന് തന്നെ തിരിച്ചടിയാവുകയാണ് പ്രൊഫസർ TV ബാലന്റെ പ്രതികരണത്തിലൂടെ. കൈരളി ന്യൂസ്, കണ്ണൂർ. ഹിന്ദി നന്നായി അറിയാവുന്നതിനാൽ ചെന്നിത്തലയുടെ സാന്നിധ്യം ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് കെ മുരളീധരൻ. തനിക്ക് ഹിന്ദി വലിയ വശമില്ല എന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സേവനം ദേശീയ തലത്തിൽ ഉപയോഗിക്കുന്ന വളരെ നല്ലതാണ്. കാരണം അദ്ദേഹത്തിന് ഹിന്ദിയൊക്കെ വളരെ എക്സ്പെർട്ടാണ് അദ്ദേഹം. എനിക്കൊക്കെ ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തത്. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. 24 മണിക്കൂറിനിടെ 58,419 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. 81 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. 87,619 പേർ രോഗമുക്തി നേടി. രോഗമുക്തി നിരക്ക് 96.27 ആയി ഉയർന്നു. 1576 മരണങ്ങളാണ് കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുത്തനെ കുറയുന്നു. ഇന്നലെ 58,419 പേർക്ക് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചു. 81 ദിവസത്തിന് ശേഷമാണ് രാജ്യത്ത് പ്രതിദിന കണക്കുകൾ 60,000-ൽ കുറയുന്നത്. 1576 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 5%-ൽ താഴെയാണ്. നിലവിലിത് 3.43%. രാജ്യത്തെ പ്രതിദിന പോസിറ്റീവ് നിരക്ക് 3.22%. തുടർച്ചയായ 19ാം ദിവസവും രാജ്യത്തെ പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 5%-ൽ താഴെയായി രേഖപ്പെടുത്തി. ഇന്നലെ 87,619 പേർക്ക് കോവിഡ് രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 7,29,243 കുറഞ്ഞു. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96.27% ഉയർന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കോവിഡിനെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സമാനമായി കണക്കാക്കാനാവില്ലെന്നും കോവിഡ് നേരിടുന്നതിനുള്ള നടപടികൾക്കുള്ള തുകയെ ഇത് ബാധിക്കുമെന്നും കേന്ദ്രം വാദിച്ചു. കോവിഡ് കേസുകൾ കുറയുന്ന പശ്ചാത്തലത്തിൽ ദുബായിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്കുൾപ്പെടെ ഇളവുകൾ പ്രഖ്യാപിച്ചു. UAE സർക്കാർ അംഗീകരിച്ച കോവിഡ് വാക്സിൻ 2 ഡോസുകൾ സ്വീകരിച്ച ഇന്ത്യയുൾപ്പെടെ ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ദുബായിലേക്ക് അനുമതി ലഭിക്കുക. UAE അംഗീകരിച്ച വാക്സിൻ 2 ഡോസുകൾ സ്വീകരിച്ച റെസിഡൻസ് വിസയുള്ള യാത്രക്കാർക്ക് മാത്രമേ ദുബായിലേക്ക് പോകാൻ അനുവാദമുള്ളൂ. സിനോഫാർം, ഫൈസർ, സ്പുട്നിക് V, ആസ്ട്രാസെനെക്ക എന്നിവയാണ് UAE സർക്കാർ അംഗീകരിച്ച 4 വാക്സിനുകൾ. യാത്ര ചെയ്യുന്നവർക്ക് 2 ദിവസം മുന്നേ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ദുബായിൽ 1 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും നിർബന്ധമാണ്. ഏപ്രിൽ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് UAE വിലക്കേർപ്പെടുത്തിയത്. അതേസമയം കോവിഡിന്റെ 3ാം തരംഗം പ്രതീക്ഷിച്ചതിലും നേരത്തെ രാജ്യത്തെ ബാധിക്കുമെന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ മുന്നറിയിപ്പ് നൽകി. നിലവിൽ തരംഗമുയരാൻ 4 മുതൽ 5 മാസമെടുക്കും. എന്നാൽ സംസ്ഥാനങ്ങൾ അൺലോക്കിംഗിലേക്ക് കടന്നതോടെ ആളുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ മാർക്കറ്റുകളിലും മാളുകളിലും തിങ്ങി നിറയുന്നത് കണക്കിലെടുക്കുമ്പോൾ 3ാമത്തെ തരംഗം 12 മുതൽ 16 ആഴ്ചക്കുള്ളിൽ സംഭവിക്കുമെന്ന് എയിംസ് ഡയറക്ടർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. മരണനിരക്കുമായി ബന്ധപ്പെട്ട ഉയരുന്ന ആരോപണങ്ങൾ തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാരിന് ഒളിക്കാനൊന്നുമില്ല. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഘട്ടം ഘട്ടമായാണ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നതെന്നും ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇതനുസരിച്ചാണ് തീരുമാനമെടുക്കുക എന്നും മന്ത്രി പ്രതികരിച്ചു. ശ്യാം മറ്റു വിശദാംശങ്ങൾ നൽകും. ശ്യാം, എന്താണ് മന്ത്രി പറഞ്ഞത്?
ദിവസം UDF കൺവീനറായിരുന്ന ബെന്നി ബെഹ്നാൻ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് വ്യാപകമായ ഒളിയമ്പുകൾ എറിഞ്ഞൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. പ്രധാനമായും സംസ്ഥാനത്ത് നിലവിലെ മരണനിരക്കിൽ സംസ്ഥാന സർക്കാരിനെ ഒളിക്കാൻ ഒന്നുമില്ലെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. നിലവിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ നടപടികളുമെല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതെല്ലാ മേഖലകളിലും ഇവരും അംഗീകരിച്ചതാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ 2019 കോവിഡ് ഇല്ലാതിരുന്ന വർഷമാണ്. 2020 ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഈ കണക്കുകളിലെല്ലാം തന്നെ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ എല്ലാ മരണങ്ങളും കോവിഡിന്റെ ഇതിൽ ഉൾപ്പെടുത്താൻ സാഹചര്യമല്ല എന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് ചില കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഈ അഭിപ്രായങ്ങൾ മാനിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന് അനുസരിച്ചായിരിക്കും ഈ മേഖലകളിലെ ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും ആരോഗ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇതിൽ എല്ലാ വകുപ്പുകളുടെയും വിവിധ നിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. ഈ വകുപ്പുകളുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് തേടിക്കൊണ്ടിരിക്കുകയുമാണ്. സംസ്ഥാന സർക്കാരിന്റെ കൂട്ടായ തീരുമാനത്തിലൂടെ മാത്രമേ ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ മൂന്നാം തരംഗ വ്യാപനത്തിന്റെ സാധ്യതയിൽ കൂടുതൽ പേരിലേക്ക് ഇത്തരത്തിൽ തീവ്രതാപന വൈറസിന്റെ സാധ്യതയും ആരോഗ്യമന്ത്രി തള്ളിക്കളയുന്നില്ല. ഈ ഡെൽറ്റ വേരിയന്റ് 10 പേരിലേക്ക്, അതായത് ഈ വൈറസിന് വകഭേദം സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഒരു സമയം 10 പേരിലേക്ക് പകരാനുള്ള സാധ്യത മുന്നിൽ കാണുകയാണെന്നും ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ നടപടികളുമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം നാളെയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അതിനാൽ കൂടുതൽ വാക്സിൻ സംസ്ഥാനത്തേക്ക് ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷ. വാക്സിൻ ലഭ്യത അനുസരിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ വാക്സിൻ വിതരണം ഇപ്പോൾ പൂർത്തിയായി വരുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ, ശ്യാമാണ് ഈ വിവരങ്ങൾ നൽകിയത്. ചികിത്സാ രീതികളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിച്ച മോഹനൻ വൈദ്യരുടെ മരണം കോവിഡ് മൂലമാണ് എന്ന പരിശോധനാ റിപ്പോർട്ട്. തിരുവനന്തപുരം കാലടിയിലുള്ള ബന്ധുവീട്ടിലാണ് മോഹനൻ വൈദ്യരെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. റിനു ശ്രീധർ മറ്റ് വിശദാംശങ്ങൾ നൽകും. റിനു, അദ്ദേഹം മരിച്ചത് ഇന്നലെയാണ്. അപ്പോൾ ഈ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് ആണ് എന്നതാണല്ലോ, എന്താണ് മറ്റു വിവരങ്ങൾ? അരുൺ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ മോഹനൻ വൈദ്യരെ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് കാലടിയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഇത്തരം ഒരു അത്യാഹിതം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് 2 ദിവസമായി അദ്ദേഹത്തിന് കടുത്ത ശ്വാസ തടസ്സവും അതുപോലെ തന്നെ പനിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് പരിശോധന നടത്തിയത്. കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ബാറുകൾ അടച്ചിടുമെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ. ലാഭവിഹിതം ബെപ്കോ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബാറുകൾ അടച്ചിടാൻ തീരുമാനിച്ചത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ ബാറുകൾ പ്രവർത്തിക്കില്ല എന്ന് അസോസിയേഷൻ അറിയിച്ചു. ബെപ്കോയിൽ നിന്ന് വിൽപ്പനയ്ക്കായി ബാറുകൾ മദ്യം വാങ്ങുമ്പോൾ നൽകിയിരുന്ന ലാഭവിഹിതം കുറച്ചതിൽ ബാറുടമകൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ സർക്കാർ പരിഹാരം കാണുന്നതുവരെ ബാറുകൾ അടച്ചിടാനാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ തീരുമാനം. ബെപ്കോയാണ് ബാറുകൾക്കും കൺസ്യൂമർ ഫെഡിനും മദ്യം വിൽക്കുന്നത്. വിൽക്കുന്ന മദ്യത്തിന്റെ 8% ലാഭവിഹിതമായെടുത്തിരുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഇനി മുതൽ 25% ലാഭവിഹിതം ഈടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു. ഇത് നഷ്ടമാണെന്നാണ് ബാറുടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ 18% ഞങ്ങൾക്ക് ഈ 20% മാർജിൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് 18% അവർ തിരിച്ചെടുക്കുകയാണ്. പോയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന 2%. ഇതിൻ്റെ പുറത്താണ് ഞങ്ങൾ ടേൺ ഓവർ ടാക്സ് 10% ഗവൺമെൻറ് അടയ്ക്കേണ്ടത്. അപ്പോൾ നഷ്ടത്തിൽ ആർക്കും വ്യവസായം ചെയ്യാൻ കഴിയുമോ? വാങ്ങുന്ന സാധനത്തിന് വാങ്ങുന്ന വിലയെങ്കിലും കിട്ടണമെന്നുള്ള മിനിമം ആവശ്യമല്ലേ? അതുപോലും കിട്ടാത്ത സാഹചര്യത്തിൽ അടച്ചിടുകയല്ലാതെ വേറെ മാർഗമല്ല. ഇതൊരു പ്രതിഷേധമൊന്നുമല്ല, അടച്ചിടേണ്ട അവസ്ഥയാണ്. പ്രശ്നം പരിശോധിക്കാമെന്ന അസോസിയേഷന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും തീരുമാനമുണ്ടാകുന്നതുവരെ ബാറുകൾ പ്രവർത്തിക്കില്ലെന്നാണ് അസോസിയേഷന്റെ തീരുമാനം. ഒന്നുകിൽ പാഴ്സൽ നൽകുന്ന മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ലാഭവിഹിതം കുറച്ച ഉത്തരവ് പിൻവലിക്കണമെന്നുമാണ് ബാറുടമകളുടെ ആവശ്യം. അതേസമയം ബെവ്കോ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വഴി മദ്യവിൽപ്പന തുടരുന്നതിനാൽ ഉപഭോക്താക്കളെ ഈ വിഷയം ബാധിക്കാനിടയില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതിനിടെ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPയിൽ വലിയ പൊട്ടിത്തെറി. UP, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക, ബീഹാർ, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന
കടുത്ത ഗ്രൂപ്പ് പോരാട്ടമാണ് BJP നേതൃത്വത്തിന് വെല്ലുവിളിയാകുന്നത്. UP പ്രതിസന്ധി ചർച്ചയ്ക്കായി സന്തോഷും രാധാ മാധവ് സിംഗും നാളെ ലക്നൌവിലെത്തും. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത് വലിയ വെല്ലുവിളിയാണ് BJP നേതൃത്വത്തിന്. യോഗി സർക്കാരിനെതിരെ പാർട്ടിക്ക് അകത്തും പുറത്തും വിമർശനം ശക്തമായ സാഹചര്യത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും വൈസ് പ്രസിഡന്റ് രാധാമോഹൻ സിംഗും ചർച്ചകൾക്കായി നാളെ വീണ്ടും ലക്നൌവിലെത്തും. UPക്കൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഉത്തരാഖണ്ഡിൽ ഏതാനും മാസം മുമ്പാണ് ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെ മാറ്റി തീരത്ത് സിംഗ് റാവത്തിനെ മുഖ്യമന്ത്രിയാക്കിയത്. കോവിഡ് പാളിച്ചകൾക്കെതിരെ പാർട്ടിയിൽ അസ്വസ്ഥതകളുണ്ട്. ഠാക്കൂർ പ്രാമുഖ്യം ബ്രാഹ്മണ സമുദായത്തിലുണ്ടാക്കിയ അതൃപ്തിയും BJPക്ക് വെല്ലുവിളിയുയർത്തുന്നു. ഗുജറാത്തിൽ സംസ്ഥാന പ്രസിഡന്റ് CR പട്ടേലും മുഖ്യമന്ത്രി വിജയ് രൂപാണിയും തമ്മിലുള്ള തർക്കവും രൂക്ഷമായി. ത്രിപുര BJPയിൽ പ്രതിസന്ധിയുണ്ടാക്കി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു. ത്രിപുരയിലെ വിമത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം. BJPയിൽ നിന്നും തിരിച്ചെത്തിയ മുകുൾ റോയിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപകടം തിരിച്ചറിഞ്ഞ BJPയിലെ മുതിർന്ന നേതാക്കൾ ത്രിപുരയിലെത്തി MLA-മാരുൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കർണാടകയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കർണാടകയിൽ യെദ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് BJP നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവരും ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൻ വിജയേന്ദ്ര ഭരണത്തിലും പാർട്ടിയിലും കൈകടത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയും ദേശീയ നേതൃത്വവും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് രാജസ്ഥാനിലെ മുഖ്യ വിഷയം. സഖ്യകക്ഷികൾ നിലപാടുകൾ കടുപ്പിച്ചതോടെ ബീഹാറിലും പുതുച്ചേരിയിലും BJP പ്രതിസന്ധിയിലായി. ബീഹാറിൽ നിതീഷ് കുമാറും ചിരാഗ് പസ്വാനും തമ്മിലുള്ള പോര് ശക്തമായപ്പോൾ പുതുച്ചേരിയിൽ രംഗസ്വാമിയുടെ കടുംപിടുത്തം BJPയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം വ്യക്തിപരം തന്നെയാണ് എന്ന് കെ സുധാകരൻ. FB പോസ്റ്റിലൂടെയാണ് സുധാകരന്റെ പ്രതികരണം. എതിരാളികളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തണം എന്നതാണ് തന്റെ നിലപാട് എന്നും സുധാകരന്റെ FB പോസ്റ്റ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്ഷേപം അവസാനിപ്പിക്കണമെന്നാണ് കെ സുധാകരനോട് മുതിർന്ന നേതാക്കൾ നൽകിയ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന കോൺഗ്രസിന് കരുത്തു പകരുന്നതല്ല സുധാകരൻ തുടങ്ങിവച്ച ആക്ഷേപം. വിവാദങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ സുധാകരൻ ചെയ്യേണ്ടതെന്നും നേതാക്കൾ പറയുന്നു. എന്നാൽ നേതാക്കളുടെ നിർദ്ദേശം തള്ളി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് വീണ്ടും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. താൻ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുക തന്നെയാണെന്ന മുഖവുരയോടെയാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ കഴിഞ്ഞ ദിവസം സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് ഇത്. അതുകൊണ്ട് പിണറായി വിജയനോട് വ്യക്തിപരമായ വിദ്വേഷത്തിലല്ല ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് മാധ്യമത്തെയും ഈ നാടിനെയും ഞാൻ അറിയിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനയിൽ വീണ്ടും കുരുങ്ങുകയാണ് സുധാകരൻ. ഒരു ഏകാധിപതിയാണെന്ന് സ്വയം കരുതുകയും സ്വന്തം അണികളെ കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുക തന്നെ വേണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാൾക്ക് അധികാരം കൂടി ഉണ്ടായാൽ സർക്കാർ തന്നെ ഒരു അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തും. ഇതിനുള്ള ഏക പരിഹാരമായി ഞാൻ കാണുന്നത് വ്യക്തിപരമായ വിമർശനം മാത്രമാണെന്നും സുധാകരൻ പറയുന്നു. വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന സുധാകരൻ വസ്തുതാപരമായും രാഷ്ട്രീയപരമായും മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുമില്ല. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിലും എതിർപ്പ് ശക്തമാണ്. തുടക്കത്തിലെ പരാജിതനായ അധ്യക്ഷനെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാണ്. സുധാകരൻ ശൈലി മാറ്റണമെന്ന് നേതാക്കൾ ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പിണറായിയെയും സർക്കാരിനെയും നേരിടാൻ പ്രതിപക്ഷത്തിന് ഈ ശൈലി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് പല പ്രമുഖ നേതാക്കളും. അതിരുവിട്ട സുധാകരനെ ഇനി പിന്തുണയ്ക്കരുതെന്നാണ് AI വിഭാഗം നേതാക്കളുടെ നിർദ്ദേശം. VS നൃപൻ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കെ സുധാകരൻ എന്ന ഗുണ്ടാ നേതാവിനെ KPCC സ്ഥാനാരോഹണം ചെയ്തതിന് പിന്നാലെ സുധാകരൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് P. ജയരാജൻ. കോൺഗ്രസ് പാർട്ടിയിൽ 50 കൊല്ലമായി പ്രവർത്തിക്കുന്നു എന്ന സുധാകരന്റെ വാക്കുകൾ കള്ളമാണ്. സുധാകരൻ ബഡായി രാമനാണെന്നും സുധാകരന്റെ പാർട്ടി പ്രവർത്തന പാരമ്പര്യത്തിൽ KPCC നയം വ്യക്തമാക്കണമെന്നും P. ജയരാജൻ പറഞ്ഞു. ഈ സുധാകരനെ കുറിച്ച് നേരത്തെ CPIM പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ഗൂണ്ടാ നേതാവെന്നാണ്. അപ്പൊ ആ ഗൂണ്ടാ നേതാവിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പ്രധാനമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 50 കൊല്ലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യം തനിക്കുണ്ട് എന്നാണ്. അതാണ് സ്ഥാനാരോഹണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചത്. അത് യഥാർത്ഥത്തിൽ ബഡായി ആയിരുന്നു. സുധാകരന് ശരിയായ വിശേഷണം ഒരു ബഡായി രാമൻ എന്നാണ്. കാരണം ഈ 50 കൊല്ലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യമുണ്ടോ എന്നത് KPCC നേതൃത്വം വ്യക്തമാക്കണം.
50 കൊല്ലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനില്ല. കാരണം 1969 അദ്ദേഹം കോൺഗ്രസുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു, സംഘടനാ കോൺഗ്രസായി. അതുപോലെ തന്നെ നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മൊറാർജി ഗ്രൂപ്പുകാരുടെ സംസ്ഥാന പ്രസിഡന്റായി. അതിനെ തുടർന്ന് അദ്ദേഹം സംഘടനാ കോൺഗ്രസും വിട്ടിട്ട് പിന്നെ ജനതാ പാർട്ടിയിൽ വന്നു, പിന്നെ ഗോപാലൻ ജനതയായി. ഇങ്ങനെ 69 മുതൽ 87 വരെ കോൺഗ്രസിന്റെ കൂടെ ഇല്ലാതെ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരാഗാന്ധിയെ ഭാരത യക്ഷി എന്ന് വിളിച്ച് ആക്ഷേപിച്ച നേതാവ് കൂടിയാണ് സുധാകരൻ. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കെ സുധാകരൻ നിയമക്കുരുക്കിൽ. സേവറി ഹോട്ടൽ ബോംബാക്രമണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട നാണുവിന്റെ കുടുംബം ആക്രമണം കൈപ്പിഴയാണ് എന്ന കെ സുധാകരന്റെ പ്രസ്താവന കുറ്റസമ്മതമാണ് എന്ന് നാണുവിന്റെ ഭാര്യ ഭാർഗവി. നാണുവിന്റെ കൊലപാതകം കൈപ്പിഴ എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ പറഞ്ഞത്. സുധാകരനെ പ്രതിയാക്കി അന്വേഷണം നടത്തണം, അഭിഭാഷകൻ മുഖാന്തരം നിയമ നടപടികൾ ആരംഭിക്കുമെന്നും കുടുംബം അനാഥമാക്കിയത് കെ സുധാകരനാണ് എന്നും ഭാർഗവി കൈരളി ന്യൂസിനോട് പറഞ്ഞു. സന്തോഷ് മറ്റു വിവരങ്ങൾ നൽകും. കെ സുധാകരൻ ചെയ്തത്. ഇപ്പോൾ നാണുവിൻ്റെ ഭാര്യ AM ഭാർഗവി നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ കെ സുധാകരൻ്റെ പ്രസ്താവന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഒരു തുറന്നു ഇന്നലെ TV ചാനലിലെ കൂടിയാണ് സുധാകരൻ്റെ പത്രസമ്മേളനം കേട്ടത്. അതിൽ സുധാകരൻ അത് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ഈ കുറ്റസമ്മതം നടത്തിയതിൽ എന്തായാലും തുടരന്വേഷണം വേണമെന്നാണ് നമ്മളെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വക്കീലുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും ഇനി നിയമ നടപടി, അതായത് സുധാകരൻ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് നിയമ നടപടി വീണ്ടും തുടരുകയാണ്. സുധാകരൻ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എന്തായാലും തുടരന്വേഷണത്തിന് നമ്മൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചു. ഇത്രയും കാലം അങ്ങനെ ഒരു പരസ്യമായിട്ടാണ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ 10-29 വർഷമായിട്ട് ഇതിങ്ങനെ പിന്നെ കേസ് ഇങ്ങനെ നടത്തുകയെന്നല്ലാണ്ട് ഇതുവരെയോ അതിൽ നിന്ന് ഒരിതല്ല. ഇപ്പം ഈ പത്രസമ്മേളനത്തിൽ സുധാകരൻ തന്നെ ഇത് കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് നിയമപരമായി എന്തായാലും തുടർ നടപടിയിലേക്ക് പോകും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ കുറിച്ച് അപ്പൊ സുധാകരന്റെ ഒരു പങ്കാളിത്തമുണ്ട്, നിങ്ങൾ അന്നും ഇന്നും ഉറച്ചു വിശ്വസിക്കണം. അത് സത്യമാണ്. അത് അന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ആ സംഭവം നടന്ന സ്പോട്ടിൽ തന്നെ എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷേ അന്നത്തെ സുധാകരൻ്റെ DC പ്രസിഡന്റായിരുന്ന സമയവും അതുപോലെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് ഒന്നുമല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കാനാണ് സുധാകരൻ ശ്രമിച്ചത്. നേരത്തെ ഇത്തരത്തിലുള്ള പല കേസുകളും പിന്നെ ഇതുപോലെയുള്ള വെളിപ്പെടുത്തൽ അറിയാതെ വന്നതിന്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒരു അനുകൂല നടപടി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായും അനുകൂല നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സുധാകരനെതിരെ വീണ്ടും നിയമ നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് നാണുവിൻ്റെ കുടുംബം പറയുന്നത്. ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ വെച്ച് കൊലപാതകത്തിൽ പങ്ക് സമ്മതിച്ച സാഹചര്യത്തിൽ മറ്റ് നിരവധി കേസുകൾ, കേരളത്തിൽ സമാനമായ കേസുകളുണ്ട്. പിന്നീട് ചില കാര്യങ്ങൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുത്ത സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തുറന്നു പറച്ചിൽ ഉണ്ടായ സ്ഥിതിക്ക് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ സേവറി ഹോട്ടൽ ആക്രമണം തുടരന്വേഷണം നടത്തണമെന്നും സുധാകരനെതിരെ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് നാണുവിൻ്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം സന്തോഷ് തന്നെ മറ്റു വിശദാംശങ്ങൾ നൽകും. സന്തോഷ്, ഈ കണ്ണൂർ സേവറി ഹോട്ടലിലെ നാണുവിനെ കോൺഗ്രസ്സുകാർ തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തി എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ കുറ്റമേറ്റെടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവന കൂടിയായിരുന്നു അത്. നിയമ നടപടി ആലോചിക്കുകയാണോ ഈ നാണുവിൻ്റെ കുടുംബം? തീർച്ചയായും ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിലിലൂടെ കെ സുധാകരൻ ഇപ്പോൾ നിയമ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. അതായത് സേവറി ഹോട്ടലിൽ നടന്ന ആക്രമണം, ബോംബാക്രമണം തന്റെ അറിവോടും സമ്മതത്തോടും കൂടി നടന്നതാണ്. എന്നാൽ
അബദ്ധത്തിലാണ് നാണു കൊല്ലപ്പെട്ടത്, കയ്യബദ്ധമായിരുന്നു, കൈപ്പിഴ പറ്റിയാണ് നാണു കൊല്ലപ്പെട്ടത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ തുറന്നു പറഞ്ഞത്. ഇത് ഒരു കുറ്റസമ്മതം തന്നെയാണ്. അതായത് ഈ സംഭവം തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നുള്ള ഒരു കുറ്റസമ്മതം തന്നെയാണ്. ഇതിന്റെ പുറത്താണ് നാണുവിന്റെ കുടുംബം നിയമ നടപടി ആലോചിക്കുന്നത്. ഈ കേസിൽ സുധാകരന്റെ പ്രസ്താവനയെ കുറ്റസമ്മതമായി കണ്ടുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് നിയമ നടപടികൾ തുടരന്വേഷണം കേസിൽ വേണം എന്നാണ് ഇപ്പോൾ സേവറി ഹോട്ടൽ കൊല്ലപ്പെട്ട നാണുവിന്റെ ഭാര്യ ഭാർഗവി കൈരളി ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അഭിഭാഷകൻ മുഖാന്തരം നിയമ നടപടികൾ സ്വീകരിക്കും. അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്യും. ഇതുവരെയും സുധാകരൻ പരസ്യമായി ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുൻപാകെയാണ് സേവറി ഹോട്ടൽ ആക്രമണം തന്റെ അറിവോടെയായിരുന്നു എന്നുള്ള പരസ്യമായിട്ടുള്ള കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകിയത്, ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് കെ സുധാകരനാണ് എന്ന് അന്നും ഇന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ ഭാർഗവി. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ഇപ്പോൾ കൈരളി ന്യൂസിലൂടെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സന്തോഷ, 2 കൊലപാതകങ്ങളിലെ അറിവും പങ്കാളിത്തവുമാണ് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് ശേഷം സുധാകരൻ ഏറ്റു പറഞ്ഞത്. അതിൽ ഒരു കൊലപാതകത്തിൽ, സേവറി ഹോട്ടലുമായി ബന്ധപ്പെട്ട നാണുവിന്റെ കൊലപാതകത്തിലാണ് മറ്റു തുടർ നടപടികൾ. ഇക്കാര്യത്തിൽ നിയമവിദഗ്ധർ കൂടി പറയുന്നത് എന്താണ്? അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഫർദർ ആക്ഷൻ എന്നാണല്ലോ കുടുംബം പറഞ്ഞത്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? തീർച്ചയായും അരുൺ, മറ്റൊരു കേസ് നാൽപ്പാടി വാസുവിന്റെ വധവുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിലും ഇന്നലെ സുധാകരൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നാൽപ്പാടി വാസുവിന്റെ കുടുംബാംഗങ്ങളെയും ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അവരും നിയമ നടപടി ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അഭിഭാഷകരോട് ഉൾപ്പെടെ നിയമ ഉപദേശം നാണുവിന്റെ ഭാര്യ ഇപ്പോൾ തേടിയിട്ടുണ്ട്. അതായത് ഈ സുധാകരന്റെ തുറന്നു പറച്ചിലിനെ കുറ്റസമ്മതമായി തന്നെ കാണാം എന്നുള്ളതാണ് അഭിഭാഷകരിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറുപടി. കാരണം ഇത്തരത്തിൽ സമാനമായ പല കേസുകളിലും പിന്നീട് നിയമ നടപടി ഉണ്ടാവുകയും കേസുകൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് CPM നേതാവ് എം മണി ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ നിയമ നടപടി സ്വീകരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെല്ലാം അറിയുന്നതാണ്. അത്തരത്തിൽ മറ്റ് ചില സംഭവങ്ങളും കേരളത്തിൽ സമാനമായ കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുധാകരൻ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ, എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിലാണ് തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള നിയമോപദേശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭാർഗവിക്കും അതോടൊപ്പം തന്നെ നാൽപ്പാടി വാസുവിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഇരു കുടുംബങ്ങളും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, എം സന്തോഷ് കണ്ണൂരിൽ നിന്നായി വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ സുധാകരനെതിരെ വിജിലൻസിൽ പരാതി. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവാണ് ഈ പരാതി നൽകിയത്. കെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിൽ 32 കോടി തിരിമറി നടത്തി എന്നാണ് പരാതി. എം സന്തോഷ് മറ്റു വിശദാംശങ്ങൾ നൽകും. സന്തോഷ്, എന്താണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? അരുൺ, കെ സുധാകരന്റെ മുൻ ഡ്രൈവറായിരുന്ന പ്രശാന്ത് ബാബുവാണ് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിജിലൻസ് പരാതിയിൽ പറയുന്നത് കെ സുധാകരൻ മന്ത്രിസ്ഥാനവും MP സ്ഥാനവും ദുരുപയോഗം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ്. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രശാന്ത് ബാബു വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ മാസം 7-ാം തീയതി വിജിലൻസ് പരാതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചിറക്കൽ രാജാസ് സ്കൂളും അതിന്റെ അനുബന്ധമായുള്ള 5 ഏക്കർ സ്ഥലവും വാങ്ങുന്നതിനായി പല സ്ഥലങ്ങളിൽ നിന്നായി വിദേശത്ത് നിന്നുൾപ്പെടെ 32 കോടി രൂപ സുധാകരൻ തിരിച്ചെടുക്കുകയും എന്നാൽ സ്കൂൾ വാങ്ങാതെ ആ പണം തിരിമറി നടത്തുകയും ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. കണ്ണൂർ DCC ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഇതുപോലെ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നും പ്രശാന്ത് ബാബു ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള ഈ സാമ്പത്തിക ക്രമക്കേടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രശാന്ത് ബാബു വിജിലൻസിനെ സമീപിച്ചിരിക്കുന്നത്. ശരി, എം സന്തോഷ് കണ്ണൂരിൽ നിന്ന്. കെ സുധാകരൻ പിണറായിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ബ്രണ്ണൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TV ബാലൻ പറഞ്ഞു. പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർ ആയിരുന്ന തന്നോട് പറഞ്ഞാണ് പിണറായി പുറത്തേക്ക് ഇറങ്ങിപ്പോയതെന്നും പിണറായിയെ KSUക്കാർ മർദ്ദിച്ചു എന്ന് സുധാകരൻ പറഞ്ഞത് കെട്ടുകഥയാണെന്നും പ്രൊഫസർ TV ബാലൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അവിടെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്. കേരളം നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സുഹൃബന്ധം എനിക്കിപ്പോഴുമുണ്ട്. അധ്യാപകന്മാരുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ. ആരോടെങ്കിലും ചോദിച്ച് ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. ഈ വാക്കുകൾ കേട്ടാണ് സത്യാവസ്ഥ അറിയാൻ ഞങ്ങൾ ബ്രണ്ണനിലെ ആ കാലത്തുണ്ടായിരുന്ന അധ്യാപകരെ തേടിയിറങ്ങിയത്. അങ്ങനെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TV ബാലനെ കണ്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു.
പിണറായിയെ ചവിട്ടി വീഴ്ത്തിയെന്ന് കെ സുധാകരൻ വീരവാദം മുഴക്കിയ ആ ദിവസത്തെ സംഭവങ്ങൾ പ്രൊഫസർ TV ബാലൻ ഓർത്തെടുത്തു. അന്ന് ഈ പരീക്ഷാ ഹാളിലെ ഇൻവിജിലേഷൻ ഡ്യൂട്ടി അത് എനിക്കായിരുന്നു. പരീക്ഷ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം കേൾക്കുകയാണ്. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പിണറായി വിജയൻ എന്ന അന്നത്തെ പരീക്ഷ വന്ന കാൻഡിഡേറ്റിൽ ഒരാൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാണ്. ഞാൻ ചോദിച്ചു, അതെന്താ? പരീക്ഷ എഴുതാൻ വന്നതല്ലേ? അതെ, പരീക്ഷ എഴുതാൻ തന്നെ വന്നതാണ്. പക്ഷെ പുറത്ത് എൻ്റെ പ്രസ്ഥാനം, അതായത് KSF, ഞങ്ങൾ ഒരു സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ പ്രസ്ഥാനം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാതെ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ അതെൻ്റെ മനസ്സ് സമ്മതിക്കില്ല. അതുമാത്രമല്ല, ഈ സമരത്തിൽ ഞാൻ പങ്കെടുക്കാനുള്ള ബാധ്യസ്ഥനുമാണ്. ഞാൻ എന്തായാലും പോവുകയാണ്. പിണറായിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവം ഉണ്ടാവുകയോ അങ്ങനെയൊന്ന് പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ കുറേ നാളുകൾ ആ കോളേജിൽ ഉണ്ടായിരുന്നല്ലോ. പിണറായി വിജയൻ ആരെങ്കിലും ചവിട്ടി വീഴ്ത്തിയതായിട്ടോ അദ്ദേഹത്തെ ഉപദ്രവിച്ചായിട്ടോ ദേഹോപദ്രം ചെയ്തതായിട്ടോ ഒന്നും തന്നെ അന്നവിടെ ചർച്ച ചെയ്തിട്ടില്ല, പിന്നീടും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത് വെറുതെ ഒരു പൊയ്വാക്കായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബ്രണ്ണനിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായിരുന്നു. KSUവിനായിരുന്നു ആൾബലം കൂടുതൽ. KSFുകാർ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും സമരവീര്യം കൂടുതൽ അവർക്കായിരുന്നുവെന്നും പ്രൊഫസർ TV ബാലൻ പറഞ്ഞു. ബ്രണ്ണനിലെ പഴയ അധ്യാപകരോട് ചോദിച്ചാൽ സത്യമറിയാം എന്ന സുധാകരന്റെ വാദം സുധാകരന് തന്നെ തിരിച്ചടിയാവുകയാണ് പ്രൊഫസർ TV ബാലന്റെ പ്രതികരണത്തിലൂടെ. കൈരളി ന്യൂസ്, കണ്ണൂർ. ഹിന്ദി നന്നായി അറിയാവുന്നതിനാൽ ചെന്നിത്തലയുടെ സാന്നിധ്യം ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് കെ മുരളീധരൻ. തനിക്ക് ഹിന്ദി വലിയ വശമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സേവനം ദേശീയ തലത്തിൽ ഉപയോഗിക്കുന്ന വളരെ നല്ലതാണ്. കാരണം അദ്ദേഹത്തിന് ഹിന്ദിയൊക്കെ വളരെ എക്സ്പെർട്ടാണ് അദ്ദേഹം. എനിക്കൊക്കെ ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തത്. കോവിഡ് ബാധിച്ച മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ. കോവിഡിനെ പ്രകൃതി ദുരന്തമായി കാണാനാകില്ല. പ്രകൃതി ദുരന്തത്തിന് ഇരയായി മരിക്കുന്നവർക്ക് മാത്രമേ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളൂവെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുകയാണ്. 24 മണിക്കൂറിനിടെ 58,419 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. 1576 മരണങ്ങൾ കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുത്തനെ കുറയുന്നു. ഇന്നലെ 58,419 പേർക്ക് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചു. 81 ദിവസത്തിനു ശേഷമാണ് രാജ്യത്ത് പ്രതിദിന കണക്കുകൾ 60,000-ൽ കുറയുന്നത്. 1576 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെയാണ്. നിലവിലിത് 3.43%. രാജ്യത്തെ പ്രതിദിന പോസിറ്റീവ് നിരക്ക് 3.22%. തുടർച്ചയായ 19-ാം ദിവസവും രാജ്യത്തെ പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 5%-ൽ താഴെയായി രേഖപ്പെടുത്തി. ഇന്നലെ 87,619 പേർക്ക് കോവിഡ് രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 7,29,243 കുറഞ്ഞു. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96.27% ഉയർന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കോവിഡിനെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സമാനമായി കണക്കാക്കാനാവില്ലെന്നും കോവിഡ് നേരിടുന്നതിനുള്ള നടപടികൾക്കുള്ള തുകയെ ഇത് ബാധിക്കുമെന്നും കേന്ദ്രം വാദിച്ചു. കോവിഡ് കേസുകൾ കുറയുന്ന പശ്ചാത്തലത്തിൽ ദുബായിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്കുൾപ്പെടെ ഇളവുകൾ പ്രഖ്യാപിച്ചു. UAE സർക്കാർ അംഗീകരിച്ച കോവിഡ് വാക്സിൻ 2 ഡോസുകൾ സ്വീകരിച്ച ഇന്ത്യയുൾപ്പെടെ ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ദുബായിലേക്ക് അനുമതി ലഭിക്കുക. UAE അംഗീകരിച്ച വാക്സിൻ 2 ഡോസുകൾ സ്വീകരിച്ച റെസിഡൻസ് വിസയുള്ള യാത്രക്കാർക്ക് മാത്രമേ ദുബായിലേക്ക് പോകാൻ അനുവാദമുള്ളൂ. സിനോഫാർം, ഫൈസർ, സ്പുട്നിക് V, ആസ്ട്രാസെനെക്ക എന്നിവയാണ് UAE സർക്കാർ അംഗീകരിച്ച 4 വാക്സിനുകൾ. യാത്ര ചെയ്യുന്നവർക്ക് 2 ദിവസം മുന്നേ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ദുബായിൽ 1 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും നിർബന്ധമാണ്. ഏപ്രിൽ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് UAE വിലക്കേർപ്പെടുത്തിയത്. അതേസമയം കോവിഡിന്റെ 3ാം തരംഗം പ്രതീക്ഷിച്ചതിലും നേരത്തെ രാജ്യത്തെ ബാധിക്കുമെന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ മുന്നറിയിപ്പ് നൽകി. നിലവിൽ തരംഗമുയരാൻ 4 മുതൽ 5 മാസം എടുക്കും. എന്നാൽ സംസ്ഥാനങ്ങൾ അൺലോക്കിംഗിലേക്ക് കടന്നതോടെ ആളുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ മാർക്കറ്റുകളിലും മാളുകളിലും തിങ്ങി നിറയുന്നത് കണക്കിലെടുക്കുമ്പോൾ 3ാമത്തെ തരംഗം 12 മുതൽ 16 ആഴ്ചക്കുള്ളിൽ സംഭവിക്കുമെന്ന് എയിംസ് ഡയറക്ടർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. ചികിത്സാ രീതികളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിച്ച മോഹനൻ വൈദ്യരുടെ മരണം കോവിഡ് മൂലമാണ് എന്ന് പരിശോധനാ റിപ്പോർട്ട്. തിരുവനന്തപുരം കാലടിയിലുള്ള ബന്ധുവീട്ടിലാണ് മോഹനൻ വൈദ്യരെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്.
സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ബാറുകൾ അടച്ചിടുമെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ. ലാഭവിഹിതം ബെവ്കോ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബാറുകൾ അടച്ചിടാൻ തീരുമാനിച്ചത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ ബാറുകൾ പ്രവർത്തിക്കില്ല എന്ന് അസോസിയേഷൻ അറിയിച്ചു. ബെവ്കോയിൽ നിന്ന് വിൽപ്പനയ്ക്കായി ബാറുകൾ മദ്യം വാങ്ങുമ്പോൾ നൽകിയിരുന്ന ലാഭവിഹിതം കുറച്ചതിൽ ബാറുടമകൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ സർക്കാർ പരിഹാരം കാണുന്നതുവരെ ബാറുകൾ അടച്ചിടാനാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ തീരുമാനം. ബെവ്കോയാണ് ബാറുകൾക്കും കൺസ്യൂമർ ഫെഡിനും മദ്യം വിൽക്കുന്നത്. വിൽക്കുന്ന മദ്യത്തിന്റെ 8% ലാഭവിഹിതമായെടുത്തിരുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഇനി മുതൽ 25% ലാഭവിഹിതം ഈടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു. ഇത് നഷ്ടമാണെന്നാണ് ബാറുടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ 18% ഞങ്ങൾക്ക് ഈ 20% മാർജിൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് 18% അവർ തിരിച്ചെടുക്കുകയാണ്. പോയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന 2%. ഇതിൻ്റെ പുറത്താണ് ഞങ്ങൾ ടേൺ ഓവർ ടാക്സ് 10% ഗവൺമെൻറ് അടയ്ക്കേണ്ടത്. അപ്പോൾ നഷ്ടത്തിൽ ആർക്കും വ്യവസായം ചെയ്യാൻ കഴിയുമോ? വാങ്ങുന്ന സാധനത്തിന് വാങ്ങുന്ന വിലയെങ്കിലും കിട്ടണമെന്നുള്ള മിനിമം ആവശ്യമല്ലേ? അതുപോലും കിട്ടാത്ത സാഹചര്യത്തിൽ അടച്ചിടുകയല്ലാതെ വേറെ മാർഗമല്ല. ഇതൊരു പ്രതിഷേധമൊന്നുമല്ല, അടച്ചിടേണ്ട അവസ്ഥയാണ്. പ്രശ്നം പരിശോധിക്കാമെന്ന അസോസിയേഷന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും തീരുമാനമുണ്ടാകുന്നതുവരെ ബാറുകൾ പ്രവർത്തിക്കില്ലെന്നാണ് അസോസിയേഷന്റെ തീരുമാനം. ഒന്നുകിൽ പാഴ്സൽ നൽകുന്ന മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ലാഭവിഹിതം കുറച്ച ഉത്തരവ് പിൻവലിക്കണമെന്നുമാണ് ബാറുടമകളുടെ ആവശ്യം. അതേസമയം ബെവ്കോ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വഴി മദ്യവിൽപ്പന തുടരുന്നതിനാൽ ഉപഭോക്താക്കളെ ഈ വിഷയം ബാധിക്കാനിടയില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ലക്ഷദ്വീപ് പോലീസ് എടുത്ത രാജ്യദ്രോഹ കേസിൽ ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താന ഇന്ന് കവരത്തി പോലീസ് മുമ്പാകെ ഹാജരാകും. ഹൈക്കോടതിയിലൊന്നും ഇടക്കാല മുൻകൂർ ജാമ്യം നേടിയതിനാൽ പോലീസിന് ഐഷയെ ജയിലിലടയ്ക്കാൻ കഴിയില്ല. ദ്വീപ് ജനതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഐഷ സുൽത്താന വ്യക്തമാക്കി. സ്വകാര്യ ചാനലിൽ സംവാദത്തിനിടെ നടത്തിയ ജൈവായുധം എന്ന പ്രയോഗത്തിന്റെ പേരിലായിരുന്നു BJP പരാതിയിൽ ഐഷയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 124A രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചതോടെ ഐഷ ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടി. അറസ്റ്റ് ചെയ്താലും ജയിലിലടയ്ക്കരുതെന്നും ജാമ്യം നൽകണമെന്നുമുള്ള കോടതി നിർദ്ദേശം നിലവിലുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ അഭിഭാഷകന്റെ സാന്നിധ്യത്തിന് ഐഷയ്ക്ക് അവകാശമുണ്ടെന്നും അത് അനുവദിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള അഭിഭാഷകന് ആദ്യം യാത്രാനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് ലക്ഷദ്വീപ് പോലീസ് പെർമിറ്റ് നൽകി. ഇതിനെ തുടർന്ന് അഭിഭാഷകനൊപ്പമാണ് ഇന്നലെ ഐഷ ദ്വീപിലെത്തിയത്. ലക്ഷദ്വീപ് ജനതയ്ക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഐഷ വ്യക്തമാക്കിയിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും രാജ്യത്തിന് അഗനിസ്റ്റ് അല്ല, ഒരിക്കലും എൻ്റെ ലക്ഷദ്വീപ് ഗവൺമെൻറ്റിന് അഗനിസ്റ്റ് അല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ നമ്മൾ രാജ്യത്തിനും ഞങ്ങളുടെ ലക്ഷദ്വീപ് ഗവൺമെൻറ്റിനും അഗനിസ്റ്റ് അല്ല. ഞാൻ യൂസ് ചെയ്ത വേർഡിൻ്റെ അർത്ഥം വളരെ മീൻഫുള്ളായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതും ഈ പറയുന്ന പ്രഫുൽ പട്ടേലിൻ്റെ നയത്തെയാണ്. അതിനോട് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. സമരം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒന്നടങ്കം ലക്ഷദ്വീപിലുള്ള എല്ലാവരും സമരമായിട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇന്ന് വൈകിട്ട് 4:30 കവരത്തി പോലീസ് സ്റ്റേഷനിൽ ഐഷ ഹാജരാകും. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇല്ലെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ദ്വീപിൽ തുടരാൻ പോലീസ് നിർദ്ദേശിച്ചേക്കും. സാലി മുഹമ്മദ്, കൊച്ചി. ലക്ഷദ്വീപിൽ സർക്കാർ ജീവനക്കാർക്ക് എതിരെ പ്രതികാര നടപടിയുമായി ഭരണകൂടം. സമരനേതാവിന്റെ ഭാര്യയെ മെഡിക്കൽ ഡയറക്ടർ സ്ഥാനത്തുനിന്നും നീക്കി മറ്റൊരു ദ്വീപിലേക്ക് സ്ഥലം മാറ്റി. ഇതിനിടെ ഭരണകൂടം പിടിച്ചെടുത്ത കൊടികുത്തിയ ഭൂമി കൊടികൾ പിഴുതെറിഞ്ഞ ജനപ്രതിനിധികൾ ചേർന്ന് തിരിച്ചുപിടിച്ചു. സന്ദർശനം പൂർത്തിയാക്കി അഡ്മിനിസ്ട്രേറ്റർ മടങ്ങിയതോടെ ജനവിരുദ്ധമായ പുതിയ ഉത്തരവുകൾ ഉടൻ ഇറങ്ങുമെന്ന ആശങ്കയിലാണ് ദ്വീപ് ജനങ്ങൾ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സൗദാബിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ടുള്ള ഉത്തരവാണിത്. ഡയറക്ടർ സ്ഥാനത്ത് നിന്നും തരം താഴ്ത്തി ആന്ത്രോത്ത് ദ്വീപിലെ മെഡിക്കൽ ഓഫീസറായാണ് നിയമനം. പകരം താരതമ്യേന ജൂനിയറായ ഡോക്ടർ MP ബഷീറിനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ ഷായുടെ ഭാര്യയാണ് തരം താഴ്ത്തപ്പെട്ട ഡോക്ടർ സൗദാബി. BJP നേതാവാണെങ്കിലും സേവ് ലക്ഷദ്വീപ് ഫോറവുമായി അദ്ദേഹം സഹകരിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് ചുമതലയുള്ള നേതാവ് അബ്ദുള്ളക്കുട്ടിയെ ഇദ്ദേഹം നേരിട്ട് വിമർശിക്കുന്നതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. വിഷയത്തിൽ BJP നേതാക്കൾ ഒറ്റപ്പെട്ടതോടെയാണ് പ്രതികാര നടപടികളുടെ ഭാഗമായി സ്വന്തം നേതാവിൻ്റെ ഭാര്യയെ തരം താഴ്ത്തിയെന്നാണ് വിമർശനം. ഇതിനിടെ ഭൂമി ഏറ്റെടുക്കലിനെതിരായ സമരം ശക്തമായി. ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തം എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ ക്യാമ്പയിനിൽ ദ്വീപ് ജനത ഒന്നാകെ അണിനിരുന്നു. ഭൂമി ഏറ്റെടുത്ത് നാട്ടിയ കൊടികൾ കവരത്തിയിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എടുത്തുമാറ്റി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ദ്വീപ് പഞ്ചായത്ത് അംഗങ്ങളും പ്രകടനമായി എത്തിയാണ് കൊടികൾ എടുത്തുമാറ്റിയത്. സാലി മുഹമ്മദ്, കൊച്ചി.
പെട്രോളിയം വില വർധനവിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്ന ചക്രസ്തംഭന സമരം വിജയിപ്പിക്കണമെന്ന് എ വിജയരാഘവൻ. ഇന്ത്യയിൽ മാത്രം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുതിക്കുന്നത് മോദി സർക്കാരിന്റെ ബോധപൂർവമായ നടപടിയാണ്. കോവിഡ് സാഹചര്യത്തിലും അധിക നികുതി ഒഴിവാക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നും തലതിരിഞ്ഞ ഇന്ധന നയം കേരളത്തിലെ മോട്ടോർ വ്യവസായ മേഖലയെ പൂർണ്ണമായും തകർത്തുവെന്നും CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. കോവിഡ് മരണനിരക്കിലെ പ്രതിപക്ഷ ആരോപണം തള്ളി ആരോഗ്യമന്ത്രി. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസ്യതയിൽ എടുത്താണ് സർക്കാർ നടപടികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന് അനുസൃതമായി മാത്രമായിരിക്കും ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുകയില്ലെന്ന കേന്ദ്ര തീരുമാനം സർക്കാർ ചർച്ച ചെയ്യും. കോവിഡ് ബാധിതരുടെ മരണനിരക്കിൽ സംസ്ഥാന സർക്കാരിനെ ഒളിക്കാൻ ഒന്നുമില്ല. എല്ലാവരെയും വിശ്വാസത്തിലെടുത്താണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അല്ല, ഇതിൽ സംസ്ഥാന സർക്കാരിന് വിളിക്കാനൊന്നുമില്ല. ഇപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണല്ലോ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ആരോഗ്യവകുപ്പ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതായത് സംസ്ഥാന സർക്കാരുടെ തീരുമാനം നമ്മളിത് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു മരണം സംഭവിച്ചാൽ അവർക്ക് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ജില്ലാ ആശുപത്രി കോഴഞ്ചേരി സംഭവിച്ചവർക്ക്, അപ്പോൾ സംസ്ഥാനത്ത് ഏത് ആശുപത്രിയിൽ ഒരു മരണം സംഭവിച്ചാൽ അവർക്കിത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട, അവിടെ തന്നെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആരാധനാലയങ്ങൾ തുറക്കുന്നതിൽ ആ മേഖലകളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റിയെ ആശ്രയിച്ചായിരിക്കും. വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട്. ലോക്ക്ഡൗൺ സംബന്ധിച്ചിട്ടുള്ള പൊതുകാര്യങ്ങൾ ഇത് ലിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് സംസ്ഥാനത്ത് എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ ഒരു ആലോചനയിലൂടെ ആണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് വളരെ വിശദമായി അവലോകനം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ലക്ഷ്യം പോസിറ്റീവ് കേസ് ഏറ്റവും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വാക്സിൻ പൂർണ്ണമായും വിനിയോഗിക്കുന്നുണ്ട്. 3ാം തരംഗത്തിൽ തീവ്രവ്യാപന വൈറസ് സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. പത്തനാപുരം പാടത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കശുമാവിൻ തോട്ടത്തിൽ ഇരുചക്രവാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തി. NIA സംഘം വാഹനങ്ങളുടെ ഭാഗങ്ങൾ പരിശോധിച്ചു. ഡ്രോൺ ഉപയോഗിച്ചും ഈ സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ 15-നാണ് വനം വകുപ്പിന്റെ പതിവ് പരിശോധനയ്ക്കിടെ ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പത്തനാപുരം പാടത്ത് കണ്ടെത്തിയത്. അന്ന് തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുന്നു. ഇതിനിടെ ഇതേ സ്ഥലത്തിന് സമീപത്ത് നിന്ന് 3 ഇരുചക്ര വാഹനങ്ങളുടെ ചില ഭാഗങ്ങൾ റെയ്ഡിൽ കണ്ടെത്തി. ഇവിടെ വെച്ച് വാഹനം പൊളിച്ചതാണോ അതോ വേസ്റ്റ് എന്ന നിലയിൽ ഇവിടെ നിക്ഷേപിച്ചതാണോ എന്നും പരിശോധിക്കുന്നു. വാഹന ഭാഗങ്ങൾ ലഭിച്ചതറിഞ്ഞ് കൊച്ചി NIA യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥർ പാടത്തെത്തിയിരുന്നു. ഇതേ പ്രദേശത്ത് പോലീസ് ഇപ്പോൾ ഡ്രോൺ പരിശോധനയും നടത്തി. 10.2 ഹെക്ടർ വരുന്ന വനം വികസന കോർപ്പറേഷന്റെ കശുമാവിൻ തോട്ടമാകെ സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി റെയ്ഡ് നടത്തി. പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. അതേസമയം ജലാറ്റിൻ സ്റ്റിക്കിനൊപ്പം കണ്ടെത്തിയ ഡിറ്റനേറ്റർ നോൺ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് അറിയാതെയാണോ സ്ഫോടനത്തിന് പദ്ധതിയിട്ടതും പരിശീലനം നടത്തിയതെന്നും ATS അന്വേഷിക്കുന്നു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പാടം വനമേഖലയിൽ വാഗമൺ മോഡൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാടത്ത് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവൻ അനൂപ് കുരുവിള ജോൺ പാടത്തെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. തൃശൂർ ഉറവംപാടത്ത് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന കർശനമാക്കും. മന്ത്രി K രാജന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ആനക്കൂട്ടങ്ങൾ പ്രദേശത്തെ കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് റവന്യൂ മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. കാട്ടാനക്കൂട്ടത്തിന്റെ അക്രമം മൂലം ഉറവംപാടത്ത് കർഷകർ കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയിലായിരുന്നു. പ്രദേശത്ത് ഫെൻസിംഗ് ഉണ്ടെങ്കിലും പലയിടത്തും അത് തകർന്ന നിലയിൽ. പകൽ സമയങ്ങളിലും കൂട്ടമായ ആനകൾ പ്രദേശത്ത് വിഹരിക്കുന്നത് പതിവായതോടെ സ്ഥലം MLAയും മന്ത്രിയുമായ K രാജൻ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഒരു പരിധിവരെ ഫോറസ്റ്റ് ഇടപെട്ട് നേരത്തെയൊക്കെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു കുറച്ച് ദൂരം ഫെൻസിംഗ് ഇല്ല. ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്നു, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു, ജനപ്പാർപ്പുള്ള വീടുകളുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നു എന്ന പ്രശ്നം വളരെ ഗൗരവമായിട്ട് വന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് സ്ഥലം MLA എന്നുള്ള നിലയിൽ കൂടി ഇവിടെ സന്ദർശിക്കാൻ ജനപ്രതിനിധികളോടൊപ്പം വന്നത്. ഫോറസ്റ്റും പോലീസും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവിടെ അടിയന്തരമായിട്ട് ഈ കുറവുള്ള സ്ഥലത്ത് 1.5 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നടപടി എടുക്കാൻ തീരുമാനിച്ചു. വനം വകുപ്പ് വാച്ചർമാർ സ്ഥലത്തുണ്ടെങ്കിലും വിള നശിപ്പിക്കുന്ന ആനക്കൂട്ടത്തെ വിരട്ടിയോടിക്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ല. ഇത് ഉടനടി പരിഹരിക്കും. ആവശ്യമുള്ളയിടങ്ങളിൽ ഫെൻസിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കും. ഫോറസ്റ്റ് പെട്രോളിംഗും വർദ്ധിപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി.
കൈരളി ന്യൂസ്, തൃശൂർ. കാസർഗോഡ് ജില്ലയിലെ കടലോരങ്ങളിൽ വെച്ച് പിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പരാതി. മഞ്ചേശ്വരം, പള്ളിക്കര എന്നിവിടങ്ങളിലാണ് മരമുറി ആരോപണം. മഞ്ചേശ്വരത്തെ നിരവധി കാറ്റാടി മരങ്ങൾ കഴിഞ്ഞ ദിവസം മുറിച്ചു കടത്തിയിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കടലോര മേഖലയിലെ കാറ്റാടി മരങ്ങളിലേറെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വെച്ചുപിടിപ്പിച്ചവയാണ്. ശക്തമായ തിരയിൽ കരയെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ഈ മരങ്ങളുടെ വേരുകൾക്ക് സാധിക്കും. അതോടൊപ്പം തീരത്തെ ഹരിതാപമാക്കുന്നതിനും തണലേകുന്നതിനും ഈ കാറ്റാടി മരങ്ങൾ സഹായകമാകുന്നു. ഒരു പതിറ്റാണ്ടിലേറെ പ്രായമുള്ള മരങ്ങളാണ് തീരങ്ങളിൽ ഏറെയുള്ളത്. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം കടപ്പുറത്തു നിന്നും വലിയ കാറ്റാടി മരങ്ങൾ ചിലർ വെട്ടി നശിപ്പിച്ചു. ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. മഞ്ചേശ്വരം കടൽ തീരത്തെ കാറ്റാടി മരങ്ങൾ മുറിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം BV രമേശൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടായി നിരവധി വീടുകളടക്കം നഷ്ടപ്പെട്ട പ്രദേശമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്തിൻ്റെ കടപ്പുറം പ്രദേശങ്ങളിൽ കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ആ മരങ്ങളെല്ലാം ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടായിട്ട് കാണുകയാണ്. യഥാർത്ഥത്തിലൊരു മോഷണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. മരം മുറിച്ച് അത് കടത്തി വിറ്റിരിക്കുകയാണ്. അത് ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. BV രമേശൻ ഇതു സംബന്ധിച്ച് റവന്യൂ മന്ത്രി, ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകി. നേരത്തെ പള്ളിക്കര ബീച്ചിലും സമാന നിലയിൽ കാറ്റാടി മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്. അഭിമാനമായി DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മോർണിംഗ് ഫാം. കോവിഡ് ആദ്യഘട്ടത്തിലാണ് ജില്ലയിലെ DYFI പ്രവർത്തകർ തരിശു ഭൂമികളിൽ കൃഷി ആരംഭിച്ചത്. ഒറ്റ വർഷം 5,16,427 കിലോഗ്രാം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചത്. കോവിഡ് പ്രതിസന്ധികൾക്കിടെ കാർഷിക മേഖലയിലേക്ക് എല്ലാവരും തിരിയണമെന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനമായിരുന്നു പ്രചോദനം. DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി വിവിധ ഭാഗങ്ങളിലായി തരിശുഭൂമികൾ കണ്ടെത്തി കൃഷിയിറക്കി. രാവിലെ നടത്തമുൾപ്പെടെയുള്ള ആരോഗ്യ പരിപാലനമെല്ലാം സമൂഹത്തിന് ഉപകാരപ്പെടും വിധം ഉപയോഗിക്കാമെന്നായിരുന്നു ആശയം. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. നമ്മളുടെ ചെറുപ്പക്കാരെല്ലാം ഈ പ്രഭാത സമയത്ത് മോർണിംഗ് വാക്ക് ഉൾപ്പെടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ അധികമായി വരുന്ന കലോറി ഊർജ്ജം നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു പ്രോഡക്റ്റീവായ മേഖലയിലേക്ക് തിരിച്ചുവിടുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ഫലം കണ്ടു. 518 യൂണിറ്റുകളാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. 5246 പേർ കർഷകരായി. കാർഷിക മേഖലയിലേക്ക് ചെറുപ്പക്കാരുടെ ശ്രദ്ധ തിരിഞ്ഞു. ഒറ്റ വർഷത്തിൽ 5,16,427 കിലോഗ്രാം ഭക്ഷ്യോൽപ്പന്നങ്ങൾ മലപ്പുറത്തെ DYFI പ്രവർത്തകർ ഉൽപ്പാദിപ്പിച്ചു. നെല്ലും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും മത്സ്യവുമെല്ലാം കൃഷി ചെയ്തു. കൃഷി തുടരാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം. 100% തരിശിട്ട ഭൂമിയാണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയത്. ഇതിൽ 90% ഭൂമിയും നേരത്തെ തരിശിട്ട ഭൂമികളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞത്, നേരത്തെ കൃഷി ചെയ്തിരുന്ന ഭൂമികൾ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. അത് കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾ നിലവിലുണ്ടായിരുന്ന കൃഷിയെ അങ്ങനെ തന്നെ പോട്ടെ, പുതുതായി കൃഷി ചെയ്യാത്ത ഭൂമികളിലേക്ക് കടന്നു പോകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഭൂമികളെല്ലാം 90% ഇങ്ങനെ തരിശിട്ട ഭൂമികളായിരുന്നു. ഭൂമി പലരും സൗജന്യമായി നൽകി. കോവിഡ് കാലത്തെ കാർഷിക വിപ്ലവം രാജ്യത്തിനു തന്നെ മാതൃകയാകും വിധമാണ് DYFI പ്രവർത്തകർ മലപ്പുറത്ത് നടപ്പാക്കിയത്. കൈരളി ന്യൂസ്, മലപ്പുറം.